ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയിട്ടാണ്. മ്യൂച്വൽ ഫണ്ടിന്റെ കോൺസെപ്റ്റ് ആണ്. നമ്മളുടെ ഫൈനലില് ഏറ്റവും കൂടുതൽ അത്യാവശ്യം നല്ല മാർക്കിൽ എന്ത് ചെയ്യാറുണ്ട്, മ്യൂച്വൽ ഫണ്ട് എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ കേട്ടിട്ടുണ്ടാവും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമാണ്. മ്യൂച്വൽ ഫണ്ട്സ് ആർ സബ്ജക്ട് ടു മാർക്കറ്റ് റിസ്ക്, ഇതൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ എന്താണ് മ്യൂച്വൽ ഫണ്ട്? ഇതിന്റെ കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. സി എക്കായാലും സി എം എക്കായാലും ഒരുപോലെ ഫൈനലിൽ ചോദിക്കാറുള്ളതാണ്. ഇത് ഇത്രത്തോളം ഇമ്പോർട്ടന്റ് ആവാനുള്ള റീസൺ ഉണ്ട്. കാരണം നിങ്ങൾ പ്രാക്ടിക്കലി ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലും ഈ മ്യൂച്വൽ ഫണ്ട് അസറ്റ് മാനേജ്മെന്റ് കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യാൻ പോകേണ്ടവരാണ് നിങ്ങളൊക്കെ. ഓക്കെ, നിങ്ങൾക്ക് അവിടെയും എന്തുണ്ട്, ഓപ്ഷൻസ് ഉണ്ട്. സോ അത്യാവശ്യം നല്ല സാലറിയിലൊക്കെ അവിടെയും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനെ പറ്റിയിട്ടുള്ള ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. മനസ്സിലായില്ലേ? ധാരണ ഉണ്ടായ പോരാ, അതിൽ എന്ത് ചെയ്യണം, എക്സ്പേർട്ട് ആവണം നിങ്ങൾ. സോ എന്താണ് മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മ്യൂച്വൽ ഫണ്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമാണെന്ന് അറിയാലോ, അത്ര അറിയാൻ മതി. ഇപ്പോ ജസ്റ്റ് നോക്കാം. ഇപ്പോ എന്റെ കയ്യിൽ 1,00,000 രൂപയുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ 1,00,000 രൂപ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് രീതിയിൽ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. എന്തൊക്കെയാണ് ആ രണ്ട് രീതിയിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും? ഒന്നില്ലെങ്കിൽ ഈ 1,00,000 രൂപ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിസ്ക് ഫ്രീ ആയിട്ട് തരുന്ന റിട്ടേൺ തരുന്ന ഒരു സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, റിസ്ക് ഫ്രീ ആയിട്ട് റിട്ടേൺ തരുന്ന, റിസ്ക് ഇല്ലാതെ നമുക്ക് റിട്ടേൺ തരുന്ന സ്കീം എന്താണ്? വളരെ സിമ്പിൾ ആണ്. ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ മതി. ബാങ്കിൽ എന്ത് ചെയ്താൽ മതി, FD ഇട്ടാൽ മതി. ഇപ്പൊ മാക്സിമം എത്ര കിട്ടും, ഏറ്റവും കൂടുതൽ എത്ര കിട്ടും? ഒരു 7% ആയിരിക്കും ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്, അല്ലെ? അപ്പൊ 1,00,000 മേലെ 7%, എത്ര രൂപ കിട്ടും? 1,00,000 7% എത്രയാണ്? 7,000 രൂപ റിട്ടേൺ കിട്ടും, അഥവാ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടും, അല്ലെ? അപ്പോ ഇത് റിസ്ക് ഫ്രീ റിട്ടേൺ എന്ന് പറയാനുള്ള റീസൺ എന്താണ്? ഇവിടെ നമ്മൾ ഒരു റിസ്ക് കൊടുക്കുന്നില്ല. റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താ? മുതല് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത 1,00,000 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പോവില്ല. മനസ്സിലായില്ലേ? ആ 1,00,000 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പോവില്ല. നമുക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാം, കിടന്നുറങ്ങാം, ടെൻഷൻ ഇല്ലാതെ എന്തേ ഇരിക്കാം. FD ഇടാണെന്നുണ്ടെങ്കിൽ ആ 1,00,000 രൂപ നമുക്ക് നഷ്ടമാവില്ല. പകരം 7,000 രൂപ റിട്ടേൺ കിട്ടും. റിസ്ക് എടുക്കേണ്ടി വരും. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കേസാണ്, നിങ്ങൾ ഇന്റർ മുതലേ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ എന്തുണ്ട്, റിസ്കി റിട്ടേൺ ഉണ്ട്, അല്ലെ? മാർക്കറ്റ് റിട്ടേൺ എന്നൊക്കെ പറയും, അല്ലെ? റിസ്കി ആയിട്ടുള്ള റിട്ടേൺ തരുന്ന റിസ്കി ആയിട്ടുള്ള റിട്ടേൺ തരുന്ന എന്തുണ്ട്, സ്കീമുകളുണ്ട്, അല്ലെ? എന്താണ് റിസ്കി ആയിട്ട്? റിസ്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഈ CAPM മോഡലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, അല്ലെ? അതിലൊക്കെ റിസ്ക് എടുക്കുന്നതിനനുസരിച്ചാണ് നമ്മുടെ ലാഭം കിട്ടുന്നത്, അല്ലെ? നിങ്ങൾക്ക് ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ബിസിനസ് റിസ്ക് ആണ്, അല്ലെ? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ചിലപ്പോൾ നഷ്ടമാവാം. പക്ഷെ ബിസിനസ്സിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് കിട്ടുന്ന ലാഭവും ഭയങ്കര ഹൈ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ റിസ്ക് എടുക്കുന്നതിനനുസരിച്ച് റിട്ടേൺ കൂടുന്നതാണ് എന്ത് ചെയ്യാറ്, ഇന്റർ മുതലേ പഠിക്കാറ്, അല്ലെ? അപ്പൊ റിസ്ക് റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഓരോ ഓപ്ഷൻ ഉണ്ട്. അദാനി എന്ന് പറയുന്ന കമ്പനി ഉണ്ട്, അല്ലെ? അദാനിയുടെ മാർക്കറ്റ് പ്രൈസ് ഉണ്ടല്ലോ, ശ്രദ്ധിക്കണം. അദാനിയുടെ മാർക്കറ്റ് പ്രൈസ് 2,000 രൂപയായിരുന്നു. എനിക്ക് വേണമെങ്കിൽ 1,00,000 രൂപ അദാനിയുടെ എന്താ ഷെയറിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അദാനിയുടെ ഒരു ഷെയറിന്റെ വില എത്രയാ? 2,000 രൂപ. അപ്പൊ ഈ 1,00,000 രൂപയ്ക്ക് എത്ര ഷെയർ എനിക്ക് കിട്ടും? 1,00,000 രൂപയ്ക്ക് എത്ര ഷെയർ എനിക്ക് കിട്ടും? 1,00,000 ഡിവൈഡ് ബൈ 2,000 എത്ര ഷെയർ കിട്ടും? 50 ഷെയർസ് കിട്ടും, അല്ലെ? അല്ലെ? 1,00,000 ഡിവൈഡ് ബൈ 2,000, 50 ഷെയർസ് കിട്ടും. ഓക്കെ, ഓക്കെ, 50 ഷെയർസ് കിട്ടും. അപ്പൊ നമ്മുടെ കയ്യിൽ 50 ഷെയർ ഉണ്ടല്ലോ, അദാനി എന്ന് പറഞ്ഞ കമ്പനിയുടെ 50 ഷെയർ ഉണ്ടല്ലോ. ഇനി മാർക്കറ്റ് പ്രൈസിന് ഒരു പ്രത്യേകത ഉണ്ട്. മാർക്കറ്റ് പ്രൈസ് കൂടാം, മാർക്കറ്റ് പ്രൈസ് കുറയാം. മാർക്കറ്റ് പ്രൈസ് കൂടിയിട്ട് മാർക്കറ്റ് പ്രൈസ് 2,000 എന്നുള്ളത് എത്രയായിട്ട് മാറി? 3,000 ആയി എന്ന് വിചാരിക്കുക. അപ്പൊ എത്ര രൂപ കൂടി? 1,000 രൂപ കൂടിയില്ലേ? വിച്ച് മീൻസ് 1,000 രൂപ കൂടിയില്ലേ? 1,000 രൂപ അപ്പൊ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് 1,000 രൂപ കൂടുതൽ കിട്ടില്ലേ? മനസ്സിലായില്ലേ? 2,000 രൂപയ്ക്ക് വാങ്ങിച്ച സാധനം, ഒരു ഷെയർ 2,000 രൂപയ്ക്ക് വാങ്ങിച്ചു, അത് ഞാൻ 3,000 രൂപയ്ക്ക് വിൽക്കുമ്പോൾ മനസ്സിലായില്ലേ? 1,000 രൂപ ലാഭം, അല്ലെ? അപ്പൊ അതുപോലത്തെ എത്ര ഷെയർ എന്റെ കയ്യിലുണ്ട്? ഓക്കെ, എത്ര ഷെയർ എന്റെ കയ്യിലുണ്ട്? എത്ര ഷെയർ ഉണ്ട്? ഓക്കെ, എത്ര ഷെയർ ഉണ്ട്? 50 ഷെയർ ഉണ്ട്. അപ്പൊ 50 ഇൻറ്റു 1,000, 50,000 രൂപ ലാഭം കിട്ടും. മനസ്സിലായില്ലേ? 50 ഷെയർ ഉണ്ട്, അല്ലെ? ഒരു ഷെയറിന്റെ മേലെ നമുക്ക് കിട്ടിയ ലാഭം എത്രയാണ്? ഒരു ഷെയറിന്റെ മേലെ 1,000 രൂപ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ 50 ഷെയർ ഉണ്ട്. ഒരു ഷെയറിന്റെ മേലെ 1,000 രൂപ, 50 ഷെയറിന്റെ മേലെ 50,000 രൂപ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. നിങ്ങൾ ഇവിടെ നോക്കിയേ, നിങ്ങൾ ഒരു റിസ്ക് കൊടുക്കാതെ നിങ്ങൾ ബാങ്കിൽ കൊണ്ടുപോയിട്ട് FD ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷം കൊണ്ട് കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത് എത്രയാണ്? 7,000 രൂപയാണ്. ഇനി ചിലപ്പോ ഇത് ഒരു വർഷം കൊണ്ടാവണമെന്നില്ല, ചിലപ്പോൾ 2 മാസം കൊണ്ടായിരിക്കാം, ചിലപ്പോൾ 2 വർഷം കൊണ്ടായിരിക്കാം.
അദാനിയുടെ മാർക്കറ്റ് പ്രൈസ് കൂടുന്നത്. ചിലപ്പോ 2-3 മാസം കൊണ്ട് തന്നെ എന്താറുണ്ട്, മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ സംഭവിക്കാറുണ്ട്. 2000 എന്നുള്ളത് 3000 ആവാനും, അതുപോലെ തന്നെ 2000 എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? 2000 എന്നുള്ളത് 1000 ആയെന്ന് വിചാരിക്കുക. 1000 ആയെന്ന് വിചാരിക്കുക. അപ്പൊ 1000 രൂപ എന്ത് വന്നു? ലോസ് വന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഷെയറും 1000 രൂപ ലോസ് ആണെന്നുണ്ടെങ്കിൽ 50 ഷെയറുമേ 1000 രൂപ ലോസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 50,000 രൂപ ലോസ് വരാനും ചാൻസ് ഉണ്ട്. മനസ്സിലായില്ലേ? 50,000 രൂപ ലോസ് വരാനും ചാൻസ് ഉണ്ട്. ഇത് ഓക്കെ ആണോ? പെർഫെക്റ്റ് അല്ലേ? സോ നിങ്ങൾ റിസ്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കാം, നിങ്ങൾ റിസ്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിട്ടേണും കൂടുതലായിരിക്കും, അതുപോലെ തന്നെ നിങ്ങളുടെ ലോസും കൂടുതലായിരിക്കും. അതാണ് റിസ്ക് എന്ന് പറയുന്നത്, അല്ലെ? റിട്ടേൺ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് റിട്ടേൺ കിട്ടും. ലോസ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ മുതലും കൂടി പോകും, അതായത് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടും കൂടി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോ ഇൻവെസ്റ്റ്മെന്റ് 2 രീതിയിലുണ്ടെന്ന് പറഞ്ഞു, അല്ലെ? റിസ്കി ആയിട്ടുള്ളതും റിസ്ക് ഇല്ലാത്തതുമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞു. റിസ്കി ആയിട്ടുള്ള റിട്ടേൺ എന്ന് പറയുന്നത് റിസ്ക് ഫ്രീ ആയിട്ടുള്ള റിട്ടേണിനേക്കാൾ കൂടുതലായിരിക്കും എന്തെന്ന് പറയുന്നത് റിസ്കി റിട്ടേൺ. റിസ്ക് ഫ്രീ ആയിട്ടുള്ള റിട്ടേണിനേക്കാൾ കൂടുതലായിരിക്കും റിസ്കി ആയിട്ടുള്ള റിട്ടേൺ. റിസ്ക് എടുക്കുന്തോറും റിട്ടേൺ കൂടി വരും. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ഒരു കേസ് തന്നെയാണ്. ഇനി ഇവിടെ എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന സംഭവം ആപ്ലിക്കബിൾ ആവുന്നത് നോക്കാം. ഇവിടുത്തെ നമ്മുടെ പ്രശ്നം എന്താണെന്നറിയോ? ഇവിടെ റിസ്കി റിട്ടേൺ ആണ്. റിസ്ക് എടുക്കുമ്പോഴാണ് റിട്ടേൺ കൂടുതൽ കിട്ടാന്ന് അറിയാലോ. റിസ്ക് എടുത്താലാണ് റിട്ടേൺ കൂടുതൽ കിട്ടാന്ന് അറിയാം. എന്ന് വെച്ചിട്ട് നമ്മൾ റിസ്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്? ലോസ് വരാനുള്ള, വലിയൊരു ലോസ് വരാനുള്ള, ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് കയ്യിൽ നിന്ന് പോകാനുള്ള പോസിബിലിറ്റിയും കൂടുതലാണ്, അല്ലെ? അതുകൊണ്ടാണ്, അതായത് ഈ മൂലധനം അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് തിരിച്ച് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതൊരു റിസ്ക് ആണ്. അതല്ല ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോ അത് മാത്രമല്ല, ഇപ്പോ അദാനിയുടെ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അദാനിയുടെ ഷെയർ പ്രൈസ് കൂടുകയോ കുറയോ ഇതൊക്കെ അറിയണ്ടേ? വിച്ച് മീൻസ് ട്രേഡിങ്ങിനെ പറ്റി അറിയണ്ടേ? നമുക്ക് ട്രേഡിങ്ങിനെ പറ്റി എല്ലാവർക്കും അറിയണമെന്നുണ്ടോ? സാധാരണ ജനങ്ങൾക്ക് അറിയണമെന്നുണ്ടോ? ഈ CA പഠിക്കുന്ന നിങ്ങൾക്കറിയോ? ഇന്റർ പാസ്സായ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടോ? ഇല്ല. ട്രേഡിങ്ങിനെ പറ്റി നമ്മൾ പഠിച്ചു തുടങ്ങുന്നുള്ളൂ. എവിടെയാ പഠിക്കുന്നത്? AFM-ല്, അഡ്വാൻസ് ഫിനാൻസ് മാനേജ്മെന്റില്. CMA ഫൈനൽ സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റിലാണ് പഠിക്കുന്നത്, ട്രേഡിങ്ങിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. അപ്പോ നിങ്ങൾക്ക് പോലും ചിലപ്പോൾ എന്ത് ചെയ്യണമെന്നില്ല, ട്രേഡിങ്ങിനെ പറ്റി അറിയണമെന്നില്ല. ഇപ്പൊ 2000 രൂപയ്ക്ക് ഷെയർ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ 2000 രൂപ 3000 ആയിട്ട് മാറിയാലേ നമുക്ക് ലാഭം ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോ ഗ്രോത്ത് ഉള്ള ഒരു ഷെയറിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് അനലൈസ് ചെയ്യാൻ അറിയണം. ഇതൊക്കെ ഇന്റർവ്യൂവിൽ പഠിക്കുന്നതാണ്. എത്ര പേര് പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് അനലൈസ് ചെയ്യാനും അതുപോലെ തന്നെ ഗ്രോത്തിലേക്ക് പോകുന്ന കമ്പനിയാണെന്നൊക്കെ അനലൈസ് ചെയ്യാനൊക്കെ റേഷ്യോ അനലൈസിസും ബാക്കി കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാറ്, നോക്കാറ്. ഇതൊക്കെ നിങ്ങൾ ചിലപ്പോൾ ഇന്റർവ്യൂല് മഗ്ഗപ്പ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവും, എനിക്കറിയില്ല. ബട്ട് എന്നാലും ഇവിടെ കോൺസെപ്റ്റിൽ പഠിക്കണം. ഇറ്റ്സ് വെരി ടഫസ്റ്റ് പേപ്പർ തന്നെയാണ്. മാർക്ക് സ്കോർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള പേപ്പർ തന്നെയാണ്. അപ്പോൾ അതിനനുസരിച്ച് കോൺസെപ്റ്റ് നല്ല രീതിയിൽ വൃത്തിക്ക് എന്ത് ചെയ്യാം, പഠിക്കാൻ നോക്കാം. സോ ശ്രദ്ധിക്കുക. അപ്പോ ഇവിടെ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് പറയുന്നത് ട്രേഡിങ്ങിനെ പറ്റിയിട്ട് ധാരണ ഉണ്ടാവില്ല. ഓക്കെ, അതൊരു പ്രശ്നമാണ്. അവർക്കാണെന്ത് മ്യൂച്വൽ ഫണ്ട്. ട്രേഡിങ്ങിനെ പറ്റി ധാരണ ഉണ്ടാവില്ല. ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 50,000 രൂപ ലാഭമൊക്കെ ഉണ്ടാക്കാന്ന് അറിയാലോ. ഓക്കെ, ഇപ്പൊ മനസ്സിലായില്ലേ? ഇനി ട്രേഡിങ്ങിനെ പറ്റി ധാരണ ഉണ്ടാവില്ല. അപ്പൊ ഒരാളുടെ എക്സാമ്പിൾ ഞാൻ പറയാണ്, ഇവിടെ ശ്രദ്ധിക്കാം. ഇപ്പോ എന്റെ കയ്യില് എനിക്ക് അദാനിയുടെ ഷെയർ വാങ്ങണമെന്നുണ്ട്, പക്ഷെ എനിക്ക് ട്രേഡിങ്ങിനെ പറ്റി ഒന്നും അറിയില്ല. മനസ്സിലായില്ലേ? ട്രേഡിങ്ങിനെ പറ്റി അറിയില്ല. എന്റെ കയ്യിൽ 1000 രൂപയുള്ളൂ. എന്റെ കയ്യിൽ എത്ര രൂപയുള്ളൂ? 1000 രൂപയുള്ളൂ. പക്ഷെ അദാനിയുടെ ഷെയർ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു ഷെയറിന്റെ വില 2000 ആണെന്ന് നമ്മൾ ഇവിടെ പഠിച്ചു. ഇവിടെ പറഞ്ഞിരുന്നു, എക്സാമ്പിളിൽ പറഞ്ഞിരുന്നു 2000 രൂപയുണ്ട്. എനിക്ക് അദാനിയുടെ ഷെയർ വാങ്ങാൻ പറ്റും? ഇല്ല. 2 റീസൺസ്. ഒന്നാമത്തെ റീസൺ, എനിക്ക് ട്രേഡിങ്ങിനെ പറ്റി ഒരു തേങ്ങ അറിയില്ല. ട്രേഡിങ് എന്താന്ന് പോലും അറിയില്ല. ട്രേഡിങ് ചെയ്താൽ നല്ല ലാഭം കിട്ടുമെന്ന് മാത്രം അറിയാം, പക്ഷെ ട്രേഡിങ് എങ്ങനെ ചെയ്യണമെന്നൊന്നും അറിയില്ല. അഗെയിൻ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്റെ കയ്യിലുള്ള എമൗണ്ട് ലിമിറ്റഡ് ആണ്. ഇപ്പൊ ഇനി അദാനിയുടെ ഷെയർ വാങ്ങണമെന്ന് തന്നെ 2000 രൂപ കൊടുക്കണം, അല്ലെങ്കിൽ 1000 രൂപ കൊടുക്കും. ഈ സിറ്റുവേഷനിലാണ് അസറ്റ് മാനേജ്മെന്റ് കമ്പനി എന്ന് പറയുന്ന AMC, അസറ്റ് മാനേജ്മെന്റ് കമ്പനി എന്ന് പറയുന്ന മ്യൂച്വൽ ഫണ്ട് കമ്പനി എന്ത് ചെയ്യുന്നത്, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. മ്യൂച്വൽ ഫണ്ട് കമ്പനി എന്ത് ചെയ്യുന്നറിയോ? ഈ 1000 രൂപ നമ്മളിൽ നിന്ന് വാങ്ങും. ഓക്കെ, ഇവിടെ ഉള്ളതെന്ന് പറയുന്നത് നമ്മളെ പോലെ CA, CFA, ചാർട്ടേഡ് ഫിനാൻസ് അനലിസ്റ്റ് എന്ന് പറയുന്ന കോഴ്സ് ഒക്കെ ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള പ്രൊഫഷണൽസ് ആണ്, സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ആണ്. ഇവർക്ക് ട്രേഡിങ്ങിനെ പറ്റി അറിയോ എന്നതിൽ ചോദ്യമില്ല. ആ ചോദ്യം തന്നെ ഇല്ല. ഇവരൊക്കെ അഗ്രഗണ്യന്മാരായിരിക്കും, വിച്ച് മീൻസ് എക്സ്പേർട്ട് ആയിരിക്കും.
ഓക്കെ, CA CFA ക്വാളിഫൈ ചെയ്ത കൂടുതൽ ആൾക്കാർ, CFA ഒക്കെ പാസ്സായവർക്ക് കൂടുതലും അസറ്റ് മാനേജ്മെന്റ് കമ്പനിയിൽ നല്ല ഓപ്പർച്യൂണിറ്റീസും നല്ല സാലറി ഒക്കെ ഉണ്ട്. അപ്പോ ഈ പ്രൊഫഷണൽസ് ആയിരിക്കും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഇവരെന്ത് ചെയ്യും? ഇവർക്ക് ട്രേഡിങ്ങിനെ പറ്റി അറിയാലോ. ഇവര് നമുക്ക് വേണ്ടിയിട്ട് ട്രേഡ് ചെയ്യും. ഇവരെന്ത് ചെയ്യും? നമ്മൾക്ക് വേണ്ടിയിട്ട് ട്രേഡ് ചെയ്യും. അപ്പൊ ഒരു ചോദ്യം, ഇപ്പൊ അദാനിയുടെ കേസ് പറഞ്ഞു. അദാനിയുടെ ഷെയറിന്റെ പ്രൈസ് എത്രയാണ്? 2000 രൂപയാണ്. നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത് വെറും 1000 രൂപയല്ലേ? നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത് വെറും 1000 രൂപയല്ലേ? ട്രേഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമ്മളെ പോലത്തെ കുറെ മണ്ടന്മാര്, അങ്ങനെ പറയാൻ പാടില്ല എന്നാണ്, നമ്മളെ പോലെ മണ്ടന്മാരല്ല, നമ്മളെ പോലെ ബുദ്ധിയുള്ളവർ തന്നെ, ബട്ട് ഇതിനെ പറ്റിയിട്ട് വലിയ ധാരണ ഒന്നും ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അല്ലെ. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 10 ആൾക്കാരുണ്ടെന്ന് വിചാരിക്കാം. ഈ 10 ആൾക്കാരുടെ കയ്യിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? 1000 രൂപ വെച്ചിട്ട് അസറ്റ് മാനേജ്മെന്റ് കമ്പനി വാങ്ങും. 10 ആൾക്കാരുടെ കയ്യിൽ നിന്ന് 1000 രൂപ വെച്ച് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അസറ്റ് മാനേജ്മെന്റ് കമ്പനിക്ക് എത്ര രൂപ കിട്ടി? അസറ്റ് മാനേജ്മെന്റ് കമ്പനിക്ക് എത്ര രൂപ കിട്ടി? 10000 രൂപ കിട്ടിയില്ലേ? അദാനിയുടെ ഷെയർ പ്രൈസ് എത്രയാ? അദാനിയുടെ ഷെയർ പ്രൈസ് എത്രയാ? 2000 രൂപയല്ലേ അദാനിയുടെ ഷെയർ പ്രൈസ്? ഇപ്പൊ അസറ്റ് മാനേജ്മെന്റ് കമ്പനിയുടെ കയ്യിൽ എത്ര രൂപ ഉണ്ട്? 10000 രൂപയില്ലേ? അദാനിയുടെ ഷെയർ വാങ്ങിക്കൂടെ? വാങ്ങിക്കൂടെ? മനസ്സിലായല്ലോ? കാര്യം പിടിയിട്ടിട്ടുണ്ടാവും. നമ്മൾക്ക് ഇതാണ് നമ്മള് ഇൻവെസ്റ്റേഴ്സ്. ഓക്കെ, നമുക്ക് എന്ത് അറിയില്ല, ട്രേഡിങ്ങിനെ പറ്റിയിട്ട് വല്ല ധാരണ ഒന്നുമില്ല. എന്നാലോ കയ്യിൽ 10ന്റെ പൈസയും ഇല്ല. മനസ്സിലായില്ലേ? 10ന്റെ പൈസ ഇല്ലാന്ന് പറഞ്ഞിട്ടില്ല, 1000 രൂപ ഉണ്ട്. പക്ഷെ അതൊക്കെ ഷെയർ വാങ്ങുന്ന 2000 രൂപ വേണം. നമുക്ക് വാങ്ങാൻ പറ്റും? ഇല്ല. അപ്പൊ നമ്മളെ കയ്യിൽ നിന്ന് അതുപോലത്തെ ഒരുപാട് പേരുണ്ടാവല്ലോ. മനസ്സിലായില്ലേ? അപ്പൊ നമ്മളുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുന്നു? അസറ്റ് മാനേജ്മെന്റ് കമ്പനി 1000 രൂപ വെച്ച് എന്ത് ചെയ്യുന്നു? വാങ്ങിക്കുന്നു. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ നോക്കുമ്പോൾ ഇവരുടെ കയ്യിൽ 10000 രൂപ ഉണ്ടാവൂലേ? സിമ്പിൾ ആയിട്ട് ട്രേഡ് ചെയ്തൂടെ? യെസ്, ട്രേഡ് ചെയ്യാം. അപ്പോ 10000 ഡിവൈഡഡ് ബൈ 2000 എന്ന് പറയുമ്പോൾ ആരാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? പ്രൊഫഷണൽസ് ആണ്. ഓക്കെ. അപ്പൊ എത്ര ഷെയർസ് കിട്ടും? 5 ഷെയർ കിട്ടും. 5 ഷെയർ എന്ത് ചെയ്യാൻ പറ്റും? അസറ്റ് മാനേജ്മെന്റ് കമ്പനിക്ക് വാങ്ങിക്കാൻ പറ്റും അല്ലെ? ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പറഞ്ഞ പോലെ ഇനി ഷെയർ പ്രൈസ് കൂടി എന്ന് വിചാരിക്കുക. 2000 എന്നുള്ളത് 3000 ആയെന്ന് വിചാരിക്കുക. ഓക്കെ, ഓക്കെ. 2000 ഷെയർ എന്നുള്ളത് 3000 ആയി എന്ന് വിചാരിക്കുക. അപ്പൊ എത്രയാണ് പ്രോഫിറ്റ് കിട്ടിയത്? 1000 രൂപ പ്രോഫിറ്റ് കിട്ടിയില്ലേ? മനസ്സിലായില്ലേ? 1000 രൂപ പ്രോഫിറ്റ് കിട്ടിയില്ലേ? അസറ്റ് മാനേജ്മെന്റ് കമ്പനി എത്ര രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്? ശ്രദ്ധിക്കുക, എത്ര രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്? 10000 രൂപ. എത്ര ഷെയർസ് ഉണ്ട്? 5 ഷെയർ വാങ്ങിച്ചിട്ടില്ലേ? അസറ്റ് മാനേജ്മെന്റ് കമ്പനിയിലെ പ്രൊഫഷണൽസ് അദാനിയുടെ 5 ഷെയർ വാങ്ങിച്ചിട്ടില്ലേ? ഒരു ഷെയറിന് കിട്ടിയ ലാഭം എത്രയാണ്? 1000 രൂപയല്ലേ? അപ്പൊ 5 ഷെയറുമേ 1000 രൂപ, 5 ഇൻറ്റു 1000, 5000 രൂപ കിട്ടിയിട്ടില്ലേ? മനസ്സിലാവുന്നുണ്ടോ? 5000 രൂപ പ്രോഫിറ്റ് കിട്ടിയില്ലേ? ഓക്കെ, ഈ പ്രോഫിറ്റ് ആരതാ? നമ്മളുടെ പൈസ കൊണ്ട് അല്ലേ ഈ പ്രൊഫഷണൽസ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ലാഭം ഉണ്ടാക്കിയതല്ലേ 5000 രൂപ? മനസ്സിലായല്ലോ? കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ? ഇനി ശ്രദ്ധിക്കുക, ഈ 5000 രൂപ ഫുള്ള് ഇവർക്ക് കൊടുക്കൂല. ഇവരെന്ത് ചെയ്യും? അസറ്റ് മാനേജ്മെന്റ് കമ്പനി എന്ത് ചെയ്യും? ഒരു കമ്മീഷൻ, കുറച്ച് കമ്മീഷൻ എന്ത് ചെയ്യും? അവർ പിടിക്കും. ഒരു 1000 രൂപ അവർ എടുക്കും. ബാക്കി 4000 രൂപ എന്ത് ചെയ്യും? ആർക്ക് കൊടുക്കും? ഇവർക്ക് കൊടുക്കും. അപ്പോ ഇവിടെ ഒരു പാലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ? ആരാണ് ഇവിടെ പണിയെടുത്തത്? പ്രൊഫഷണൽസ്. CA CFA പാസ്സായവരാണ് എന്ത് ചെയ്തിട്ടുള്ളത്? CMA മാറ്റിയെടുത്തതല്ലോ. CMA ഇത് എന്ത് ചെയ്യാൻ പറ്റും? ഇതിലൊക്കെ വാക്കൻസിയും കാര്യങ്ങളൊക്കെ കിട്ടും, ജോബൊക്കെ കിട്ടും. ഞാൻ വെറുതെ CA CFA എന്ന് കൂടുതലും പറഞ്ഞു. ഇവരാണ് കൂടുതൽ എന്ത് ചെയ്യാറ്? ഹയർ ചെയ്യാറ് ഈ ഫീൽഡിലേക്ക്. നമുക്ക് പ്രൊഡക്ഷൻ ഫോം എന്ന് പറഞ്ഞാൽ വേറെ ഫീൽഡ് അവിടെ കിടക്കുന്നുണ്ട്. അത് മനസ്സിലാക്കാം. ഇവിടെ ശ്രദ്ധിക്കുക, അസറ്റ് മാനേജ്മെന്റ് കമ്പനിയിലെ പ്രൊഫഷണൽസ് ആണ് എന്ത് ചെയ്യുന്നത്? കഷ്ടപ്പെട്ട് പോർട്ട്ഫോളിയോ ഒക്കെ ഉണ്ടാക്കിയിട്ട്, ഈ അദാനിയുടെ ഷെയർ മാത്രമല്ല, അവർ പോർട്ട്ഫോളിയോ ഉണ്ടാക്കും. പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്, പോയിരുന്ന് പഠിക്കുക. ഓക്കെ, നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പൊ പോർട്ട്ഫോളിയോ ഒക്കെ ഉണ്ടാക്കിയിട്ട് കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഇവർ എന്ത് ചെയ്യുന്നുണ്ടാവുക? ട്രേഡിങ് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ ട്രേഡ് ചെയ്തിട്ട് കിട്ടുന്ന ലാഭമാണ് എന്ത്? 5000 രൂപ. ഈ 5000 രൂപയിൽ നിന്ന് അവർ എത്ര രൂപ എടുക്കും? 1000 രൂപ. അവർ കുറച്ച് എമൗണ്ട് അവരുടെ ഫീസ് അവരെന്ത് ചെയ്യും? എടുക്കും. ബാക്കി എമൗണ്ട് എത്ര ഉണ്ട്? 4000 രൂപയുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? എത്ര രൂപയുണ്ട്? 4000 രൂപ. ബാക്കി വരുന്ന 5000 രൂപ ലാഭം കിട്ടിയാൽ 1000 രൂപ അവരെടുക്കും. 4000 രൂപ ആർക്ക് കൊടുക്കും? ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കും അല്ലെ? ലാഭം അല്ലെ? അപ്രീസിയേഷൻ, ക്യാപിറ്റൽ അപ്രീസിയേഷൻ അല്ലെ? എത്ര രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തത്? 10000 രൂപ ഇൻവെസ്റ്റ് ചെയ്തില്ലേ? 10000 രൂപ ഇൻവെസ്റ്റ് ചെയ്തില്ലേ? അതായത് ഇത് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട്, ഇത് ലാഭം. അപ്പൊ മൊത്തം എത്രയാണ്? 14000 രൂപ ക്യാപിറ്റൽ അപ്രീസിയേഷൻ എന്നൊക്കെ പറയും. ഓക്കെ, 14000 രൂപ. അപ്പൊ 10 പേരല്ലേ ഇൻവെസ്റ്റ് ചെയ്തത്? 10 പേരല്ലേ? അപ്പൊ ഡിവൈഡഡ് ബൈ 10 എത്ര വരുന്നു? 1400. 1400 ഒരാൾക്ക് കൊടുക്കും. മനസ്സിലായില്ലേ? ഇപ്പൊ എനിക്കാണെന്നുണ്ടെങ്കിൽ എനിക്ക് 1400 രൂപയാണ് തരുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് എത്രയാ? 1000 രൂപ. 1000 രൂപ. എനിക്ക് കിട്ടിയിട്ടുള്ളത് എത്രയാണ്? 1400 രൂപ. 400 രൂപന്റെ പ്രോഫിറ്റ്, വിച്ച് മീൻസ് 40% ഒക്കെ പ്രോഫിറ്റ് കിട്ടിയില്ലേ? മനസ്സിലായില്ലേ? എനിക്ക് റിസ്ക് കുറവാ.
റിസ്ക് കുറവാ. കാരണം ഞാനല്ല ട്രേഡ് ചെയ്യുന്നത്, എനിക്ക് വിവരം കാര്യങ്ങളൊന്നും ഇല്ല. എനിക്ക് വേണ്ടി ട്രേഡ് ചെയ്യുന്ന ആരാണ്? ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണ്, പ്രൊഫഷണൽസ് ആണ്, ചാർട്ടേഡ് ഫിനാൻസ് അനലിസ്റ്റുകളാണ്. ഇതിലൊക്കെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത്, എനിക്ക് വേണ്ടി ട്രേഡ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് വലിയ റിസ്ക് ഒന്നുമില്ല, കാരണം ഞാനല്ലോ ട്രേഡ് ചെയ്യുന്നേ. ഇതിനെ പറ്റിയിട്ടുള്ള അഗ്രഗണ്യന്മാരല്ലേ ട്രേഡ് ചെയ്യുന്നേ. അവർക്ക് ഞാൻ എന്റെ ലാഭത്തിൽ നിന്ന് കുറച്ച് കൊടുക്കുന്നു എന്ന് മാത്രം. എന്നാലും എനിക്ക് നല്ല ലാഭമല്ലേ? മനസ്സിലായില്ലേ? പെർഫെക്റ്റ് അല്ലേ? കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലല്ലോ. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനി വർക്ക് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അതായത് ഇവർക്കും ലാഭമുണ്ട്. അസറ്റ് മാനേജ്മെന്റ് കമ്പനിയുടെ ലാഭം എന്താ? അവർക്ക് കമ്മീഷൻ കിട്ടും, പണിയെടുത്ത പൈസ അവരെടുക്കും. 5000 രൂപ ലാഭം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 1000 രൂപ അവരെടുക്കും, ബാക്കി 4000 രൂപ ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കും. ഇൻവെസ്റ്റേഴ്സിന്റെ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ എന്താ, ബാങ്കിൽ ഇടുന്നതിനേക്കാൾ ഒരുപാട് ലാഭം മ്യൂച്വൽ ഫണ്ട് തരുന്നുണ്ട്. മാത്രമല്ല റിസ്ക്കും ഇല്ല, കുറവാണ് അല്ലേ? ഇത്രയുള്ള കോൺസെപ്റ്റ്, ഇറ്റ്സ് വെരി സിമ്പിൾ ആണ്. ഓക്കെ, അപ്പോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.